മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ അന്തിമ ഗുണഭോക്തൃ പട്ടികയ്ക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകി. ആകെ 322 വീടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പട്ടിക ഉടൻ തന്നെ പുറത്തുവിടും. സമീർ സി മുഹമ്മദാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സമീർ, ഇതിൽ കുറ്റമറ്റ രീതിയിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പരാതിക്കൊന്നും ഇടവരുത്താതെയുള്ള പട്ടിക ആയിരിക്കുമല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരട് പട്ടിക പുറത്തു വന്നിരുന്നു. വലിയ രീതിയിലുള്ള തെറ്റുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ആവർത്തനവും അതുപോലെ തന്നെ ക്ലറിക്കൽ തെറ്റുകളും ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ഇന്ന് കലക്ട്രേറ്റിൽ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടാതെ പഞ്ചായത്ത് അധികൃതരും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഓരോ വാർഡിലെയും പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് വിശദമായിട്ട് ഈ പരാതികളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ പട്ടിക ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉള്ള പട്ടികയിൽ ആകെ 322 വീടുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യ പട്ടികയിൽ 242 വീടുകളാണ് ഉള്ളത്. അനുബന്ധ രണ്ടാം പട്ടികയിൽ 80 വീടുകളുമുണ്ട്. 10, 11, 12 വാർഡുകളിലാണ് ഈ വീടുകൾ നിർമ്മിക്കുക. 10ാം വാർഡിൽ 92 വീടുകളും 11ാം വാർഡിൽ 112 വീടുകൾ, അതുപോലെ തന്നെ വാർഡ് 12ൽ 117 വീടുകൾ ഇങ്ങനെയാണ് വീടുകളുടെ കണക്കുകൾ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചെന്നുകൊണ്ട് അന്തിമ പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ പട്ടികയുടെ 2 ഭാഗങ്ങൾ കൂടി എ, ബി എന്നീ ഗണങ്ങൾ കൂടി ഉണ്ട്. കൂടാതെ ഈ ഭാഗങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളുണ്ട്. അവിടങ്ങൾ കൂടി പരിശോധന നടത്തും. അതിൻ്റെ പട്ടിക പിന്നീടായിരിക്കും വരിക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ജോൺ മത്തായി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ പരിശോധന നടത്തിയില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ അവിടുന്ന് ദുരന്ത ബാധിതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഈ പട്ടിക വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ 322 വീടുകളായിരിക്കും, അവർക്കായിരിക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉണ്ടാവുക. മറ്റെന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ബജറ്റിൽ പ്രഖ്യാപനം വന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ പട്ടിക കൂടി വൈകാതെ പുറത്തിറങ്ങും. ദുരന്ത ബാധിതരായി കഴിയുന്നവർക്ക് വലിയൊരു ആശ്വാസമാകും. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഇവരുടെ പുനരധിവാസം സാധ്യമാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും അതൊരു സമാധാനവും സന്തോഷമൊക്കെ നൽകുന്ന വാർത്തയാണ് അല്ലേ?